ഞാൻ ഇന്ന് ഒരു പുതിയൊരു വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത്. പാരൻറ്റിങ്. നമുക്കറിയാം, ചില രക്ഷിതാക്കൾ നമ്മുടെ സമൂഹത്തിൽ ചില കുട്ടികളെക്കുറിച്ച് മോശമായിട്ട് പറയുന്നത് കേൾക്കാൻ സാധിക്കും. അതായത്, എൻ്റെ കുട്ടി പഠിക്കുന്നില്ല, അവന് ഒരു ഉത്തരവാദിത്വമില്ല, വല്ലാത്ത വാശിയാണ്, രക്ഷിതാക്കളോട് മോശമായിട്ട് പെരുമാറുന്നു, അവന് വല്ലാത്ത കൂട്ടുകെട്ടാണ്, ഇങ്ങനെയൊക്കെ മോശമായ അഭിപ്രായങ്ങൾ പറയുന്നത് കേൾക്കാൻ സാധിക്കും. ആക്ച്വലി ഈ കുട്ടിയെ ഈ രക്ഷിതാവ് ഏതെങ്കിലും കടയിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ചതാണോ? അല്ലെങ്കിൽ ആരെങ്കിലും വളർത്താനായിട്ട് ഏൽപ്പിച്ചതാണോ? ഇല്ല. ആ രക്ഷിതാക്കൾക്ക് പറഞ്ഞ ആ കുടുംബത്തിൽ ആ രക്ഷിതാക്കൾ ശിക്ഷണം നൽകി വളർത്തിയ കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികളെക്കുറിച്ചാണ് ഇത്തരത്തിൽ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. നമുക്കറിയാം, ഏതൊരു കുട്ടിയും ഏതൊരു ഇൻഡിവിജ്വലും ഈ ഭൂലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് വളരെ നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമകളായിട്ടാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ യാതൊരു കളങ്കവുമില്ല, മഞ്ഞുതുള്ളി പോലെ പവിത്രമായിരിക്കും അവരുടെ മനസ്സ്. അത്തരത്തിലുള്ള മനസ്സിലേക്ക് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഒക്കെ ഒരു രസം ഇഞ്ചക്റ്റ് ചെയ്യുന്നത് അറിഞ്ഞോ അറിയാതെയോ ഈ രക്ഷിതാക്കളാണ്. സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ നിരപരാധികളാണ്. അവർ നിഷ്കളങ്കമായിട്ടാണ് ജനിച്ചു വീഴുന്നത്. അവരിലേക്ക് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് രക്ഷിതാക്കളാണ്. കാരണം ഈ രക്ഷിതാക്കളുടെ ജീവിതത്തിലുണ്ടായ ചില പൊള്ളിയ അനുഭവങ്ങൾ അവർ എന്ത് ചെയ്യുന്നു? ഈ കുട്ടികളുടെ മനസ്സിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ ആ കുട്ടികൾ ഓട്ടോമാറ്റിക്കലായി പകയുള്ളവരായിട്ട് ഭാവിയിൽ മാറുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ആക്ച്വലി ഇത് കുട്ടികളെ ചീത്തയാക്കുന്നതും നല്ലതാക്കുന്നതും അറിഞ്ഞോ അറിയാതെയോ രക്ഷിതാക്കൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യം ഒരു ആമുഖമായി പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആക്ച്വലി ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ഫ്രീഡം. അവർക്ക് സ്വതന്ത്രമായിട്ട് പറഞ്ഞു നടക്കണം. ആരും അവരെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. രക്ഷിതാക്കൾ അത് ചെയ്യ്, ഇത് ചെയ്യ്, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവർക്ക് സ്വതന്ത്രമായിട്ട് പറഞ്ഞു നടക്കണം. അത്തരം കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ചെളിക്കുണ്ടിൽ ചെന്ന് വീഴും. മിനിമം നിങ്ങൾ സെക്കൻഡറി, ഹയർ സെക്കൻഡറി ലെവൽ വരെയെങ്കിലും നിങ്ങൾ രക്ഷിതാക്കളുടെ ബന്ധനത്തിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പക്വമാകുന്നത് വരെ, പക്വമായി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വിവേകം വന്നു കഴിഞ്ഞാൽ, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള പ്രാപ്തി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. എന്നിരുന്നാലും രക്ഷിതാക്കളുടെ ഒരു സജഷൻ അവിടെ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. കഴിവതും നിങ്ങൾ ഹയർ സെക്കൻഡറി ലെവൽ വരെയെങ്കിലും നിങ്ങളുടെ രക്ഷിതാക്കളുടെ കൺട്രോളിലായിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഏതെങ്കിലും ചെളിക്കുണ്ടിലേക്ക് ചെന്ന് വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു സംഭവം ഞാനൊരു സിനിമാ കഥയുമായിട്ട് ബന്ധിപ്പിച്ച് പറയാം. പണ്ടെപ്പോഴോ കണ്ടു മറന്നുപോയ ഒരു സിനിമ. ആ സിനിമയിലെ നായകൻ മമ്മൂട്ടിയാണ്. മമ്മൂട്ടി ഒരു അധ്യാപകൻ്റെ റോളിലാണ്. മമ്മൂട്ടി ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക്. അതിനിടയ്ക്ക് ഒരു കഥ പറയുന്നുണ്ട്. ഒരു കുട്ടി പട്ടം പറത്തുകയാണ്. പട്ടം ഇങ്ങനെ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പറന്നുയരുകയാണ്. അപ്പോൾ അതുവഴി പറന്നു വന്ന ഒരു തത്തമ്മ പട്ടത്തോട് ചോദിച്ചു, അല്ല പട്ടമേ, നിനക്ക് എന്നെപ്പോലെ ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധിക്കുന്നില്ല അല്ലേ എന്ന് ചോദിച്ചപ്പോൾ പട്ടത്തിന് ഒരു ഈഗോ വർക്കൗട്ടായി. പട്ടം പറഞ്ഞു, അല്ല തത്തമ്മേ, നീ ഒന്ന് താഴേക്ക് നോക്കിയേ, എന്നെ ഒരു കുട്ടി നൂലിൽ ബന്ധിപ്പിച്ചിരിക്കുക. ആ കുട്ടിയെങ്ങാനും ആ നൂൽ വിട്ടാൽ ഞാൻ നിന്നേക്കാൾ ഉയരത്തിൽ മനോഹരമായി പറന്നുയരാൻ സാധിക്കും. അപ്പോൾ തത്തമ്മ പറഞ്ഞു, ഓ അങ്ങനെയാണല്ലേ, അപ്പം അതാണ് പ്രശ്നം. എന്നാൽ ഞാൻ ആ നൂൽബന്ധം വിച്ഛേദിക്കട്ടെ. പട്ടം പറഞ്ഞു, എത്രയും പെട്ടെന്നാവാം. അങ്ങനെ തത്തമ്മ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ആ നൂൽ പൊട്ടിച്ചപ്പോൾ പട്ടം പറന്നുയരാൻ തുടങ്ങി. അങ്ങനെ പറന്ന പട്ടം കാറ്റിൻ്റെ ഗതി മാറിയപ്പോൾ തലയും കുത്തി ഏതോ ചെളിക്കുണ്ടിലേക്ക് വന്നു വീണു. ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ഇവിടെ പട്ടം എന്ന് പറയുന്നത് കുട്ടിയാണ്. പട്ടം പറത്തുന്ന കുട്ടി രക്ഷിതാവാണ്. ഇത് രണ്ടും ഒരു നൂലിനാൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ആ കുട്ടി ആ നൂലിൽ ബന്ധിപ്പിച്ചപ്പോൾ ആ പട്ടത്തിന് ഒരു കുഴപ്പവുമില്ലായിരുന്നു. പട്ടം നല്ല രീതിയിൽ പറന്നുയർന്നു. എപ്പോഴാണോ ആ ബന്ധം വിച്ഛേദിച്ചത്, ആ പട്ടം തലയും കുത്തി താഴെ വീണു. എന്നതുപോലെയാണ്, എപ്പോഴാണോ രക്ഷിതാക്കൾ നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കുന്നത് അന്ന് നിങ്ങൾ തലയും കുത്തി താഴെ വീഴും എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ചെളിക്കുണ്ടിൽ ചെന്ന് വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹം മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ഒരു ലോകമാണ്. അപ്പോൾ സെക്കൻഡറി, ഹയർ സെക്കൻഡറി ലെവൽ വരെയെങ്കിലും നിങ്ങൾ രക്ഷിതാക്കളുടെ കൺട്രോളിലായിരിക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള പ്രാപ്തിയാവുമ്പോൾ, പക്വമാവുമ്പോൾ, അന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. അതുവരെയെങ്കിലും നിങ്ങൾ രക്ഷിതാക്കളുടെ ആ ഒരു ബന്ധത്തിൽ നിന്ന് വിഘടിക്കാതിരിക്കുക.
ഏതൊരു രക്ഷിതാക്കൾക്കും ആഗ്രഹം അവരുടെ കുട്ടികൾ നല്ല കുട്ടികളായിട്ട് വളരണമെന്നാണ്. നല്ല കുട്ടികളാവണമെങ്കിൽ രക്ഷിതാക്കൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ 2-3 കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ലവ്, സ്നേഹം. നമ്മൾ ചില രക്ഷിതാക്കളോട് ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ ഇഷ്ടമാണ്? ഓ പിന്നെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയെ ജീവൻ്റെ ജീവനാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയെ കരളിൻ്റെ കഷ്ണമാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഞങ്ങൾ കുട്ടികൾക്ക് മിഠായി മേടിച്ചു കൊടുക്കും, ഐസ്ക്രീം മേടിച്ചു കൊടുക്കും, പുതിയ ഷർട്ട് മേടിച്ചു കൊടുക്കും, ടോയ്സ് മേടിച്ചു കൊടുക്കും. അങ്ങനെ കുട്ടിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ആവശ്യമില്ലയോ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. ഇതാണോ സ്നേഹം? സ്നേഹം എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അത് പ്രകടിപ്പിക്കേണ്ടതാണ്. മറ്റേ ആൾക്ക് സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാവണം. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും നിസ്സാരമായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു വികാരമാണ് ദേഷ്യം. അത് എല്ലാവർക്കും നന്നായിട്ട് പ്രകടിപ്പിക്കാൻ സാധിക്കും. ഒരു കുട്ടിയുടെ അടുത്ത് ഒരച്ഛനോ ഒരു അമ്മയോ ഒരു വടിയെടുത്ത് ഓങ്ങുമ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഈ അച്ഛന് ഈ അമ്മക്ക് എന്നോട് ദേഷ്യമാണെന്ന്. ആ ഒരു വികാരം കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു. എന്നതുപോലെ കുട്ടിക്ക് അച്ഛനും അമ്മയ്ക്കും എന്നോട് ഇഷ്ടമാണെന്നുള്ള ആ ഒരു സ്നേഹമാണെന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാവണമെങ്കിൽ ഈ സ്നേഹം പ്രകടിപ്പിക്കണമെന്നുള്ളതാണ്. നമ്മളിൽ പലരും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് പ്രകടിപ്പിക്കണമെങ്കിൽ രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ ഒരു സ്നേഹബന്ധം നിലനിൽക്കണമെങ്കിൽ നാം ചില പൊടിക്കൈകൾ അവിടെ ചെയ്യണം. ചെറിയ കുട്ടികളായിരിക്കെ കുട്ടികളെ ചുംബിക്കുക, കുട്ടികളുടെ കവിളത്ത് ഉമ്മ വെക്കുക, അവിടെ പുറത്തൊന്ന് തലോടുക, തലയിലൊന്ന് സ്പർശിക്കുക. ഇത് വല്ലാത്തൊരു കാന്തിക സ്പർശമാണ്. ഇത് വല്ലാത്തൊരു സ്നേഹത്തിൻ്റെ പങ്കുചേരലാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു പൊടിക്കൈകൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് നമ്മോട് വല്ലാത്ത സ്നേഹമുണ്ടാകും. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവർ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നെറുകയിലൊന്ന് ചുംബിക്കുക, അവിടെ കവിളത്തൊന്ന് ചുംബിക്കുക. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ രക്ഷിതാക്കൾ അവരോട് പറയുക, മോളെ എൻ്റെ കവിളത്തൊരു ഉമ്മ തന്നെ, ചോദിച്ചു വാങ്ങുക രക്ഷിതാവ്. അങ്ങനെ 1-2 ദിവസം ആ ഒരു പ്രക്രിയ തുടർന്നാൽ പിന്നീട് അതൊരു ഹാബിറ്റാവും, ഒരു സ്വഭാവമായിട്ട് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയും ആ രക്ഷിതാവും തമ്മിലുള്ള വല്ലാത്ത ഒരു ബന്ധം, ഒരു ഗാഢബന്ധം അവിടെ ഉടലെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ നന്നായിട്ട് വളരണമെങ്കിൽ അവിടെ ആദ്യം നാം പ്രകടമാക്കേണ്ടത് അവരോട് സ്നേഹമാണ്, ലവ്. രണ്ടാമതായിക്കൊണ്ട് ചില പാരൻസ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് കമ്പാരിസൺ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഡോണ്ട് കമ്പയർ. മറ്റുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യുന്ന ഒരു പ്രവണത നമ്മളിൽ പല രക്ഷിതാക്കളുടെ ഇടയിലും കാണാൻ സാധ്യമാകുന്നുണ്ട്. അതായത് നമ്മുടെ കുട്ടികളെ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുക. പരീക്ഷ കഴിഞ്ഞു, കുട്ടി വീട്ടിലേക്ക് ആൻസർ ഷീറ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ രക്ഷിതാവ് പറയും, ഓ നിനക്ക് വട്ട പൂജ്യമാണല്ലേ, കണ്ടോ ശുക്കൂറിൻ്റെ മോനെ കണ്ടോ, അവൻ എല്ലാറ്റിനും A+, സയൻസിന് A+, മാത്സിന് A+, എല്ലാറ്റിനും A+. നിനക്ക് എന്ത് കിട്ടി? എല്ലാ ദിവസവും കിട്ടിയൊരുങ്ങി പോകുന്നു, നിനക്ക് എന്ത് കിട്ടി പറ, നിന്നെ ഒരു ചുക്കിനും ചുണ്ടാമിനും കൊള്ളത്തില്ല. ഇങ്ങനെ അവരെ ഒരു വിമർശിക്കുന്ന രീതി നമുക്ക് പൊതുവേ കാണാറുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. നമുക്കറിയാം, കുട്ടികളുടെ കഴിവുകൾ പലതരത്തിലാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് പലതരത്തിലുള്ള കഴിവാണ്. ചിലർക്ക് പഠിക്കാൻ നല്ല മിടുക്കരായിരിക്കും, മറ്റു ചില ആക്ടിവിറ്റീസായിരിക്കും താല്പര്യം. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം വേണ്ടെന്നല്ല, വിദ്യാഭ്യാസം വേണം. നമ്മുടെ ഒക്കെ മൈൻഡിലുള്ളത് പഠിക്കുക, പഠിച്ചൊരു സർക്കാർ ജോലി മേടിക്കുക. സർക്കാർ ജോലി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സാലറിയാണ്. അത് ഈ കാര്യം നമ്മൾ തുടർച്ച നമ്മുടെ കുട്ടികളോട് പറയാൻ കാരണം നമ്മുടെ ബ്രെയിനിലുള്ളത് അതാണ്, നമ്മൾ സേവ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഈ സർക്കാർ ജോലി എന്ന് പറയുന്നത് ഒരു 50,000 രൂപ കിട്ടിയാൽ ലൈഫിൻ്റെ തുടക്കത്തിൽ ഒരു നല്ല രീതിയിലൊക്കെ പോകും. പിന്നെ അവർക്ക് കുട്ടികളും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പ്രാരാബ്ദവും പ്രശ്നങ്ങളും ഒക്കെ കൂടി വരുമെന്നുള്ളതാണ്. പിന്നെയാണ് അവരുടെ ലൈഫ് തകിടം മറിയുന്നത്. എന്നാൽ ഈ സർക്കാർ ജോലിയേക്കാൾ സ്വന്തം കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്ന ആൾക്കാർ മിനിറ്റുകൾക്ക്, മണിക്കൂറുകൾക്ക് ലക്ഷങ്ങൾ ചോദിച്ചു വാങ്ങും. അവർ സമൂഹത്തിൽ വളരെയധികം വാല്യൂ ഉള്ള ആൾക്കാരായിട്ട് മാറുന്നു ഇവർ സർക്കാർ ജോലി ചെയ്തിട്ടാണ്. അപ്പോൾ സർക്കാർ ജോലി എന്നുള്ള ആ ഒരു പ്രഹസനത്തിൽ നിന്ന് മാറി നമ്മുടെ കുട്ടികളുടെ കഴിവാദ്യം തിരിച്ചറിയണം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികൾ പഠിക്കാൻ മിടുക്കരുള്ള കുട്ടികളുണ്ടാവാം, അല്ലാത്തവരുണ്ടാവാം. അവർക്ക് കഴിവ് മറ്റ് ചില കാര്യങ്ങളിലായിരിക്കും. ഇപ്പം നന്നായിട്ട് പാട്ട് പാടാൻ അറിയുന്ന കുട്ടി, നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ അറിയുന്ന കുട്ടി, നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്ന കുട്ടി, ആ കുട്ടികളുടെ ഇൻബോൺ കപ്പാസിറ്റി, അത് ദൈവം ജന്മനാ കൊടുത്ത ഒരു കപ്പാസിറ്റിയാണ്.
ആ ഒരു കപ്പാസിറ്റി രക്ഷിതാക്കൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം, കണ്ടെത്തണം. കുട്ടിയിൽ എന്ത് കഴിവാണുള്ളത്, ആ കഴിവിനെ പ്രൊമോട്ട് ചെയ്യാൻ, അത് ഒന്ന് വളർത്തിയെടുക്കാൻ പിന്നെ രക്ഷിതാക്കൾ കുട്ടിയെ ഒന്ന് ജസ്റ്റ് പുഷ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അവരുടെ കഴിവുകളെ കണ്ടെത്തി അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കുട്ടികൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന കുട്ടികളായിട്ട് മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി മൂന്നാമത്തെ പോയിന്റായിട്ട് പറയാനുള്ളത്, പാരന്റ് ആസ് എ റോൾ മോഡൽ. രക്ഷിതാക്കൾ കുട്ടികളുടെ റോൾ മോഡലാണ്. ഏതൊരു കുട്ടിയും രക്ഷിതാവിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. രക്ഷിതാക്കളുടെ പെരുമാറ്റം, അവരുടെ ലാംഗ്വേജ്, അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹബന്ധം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടി ഒബ്സർവ് ചെയ്യും. അത്തരത്തിൽ കുട്ടികൾ ഒബ്സർവ് ചെയ്യുമ്പോൾ രക്ഷിതാക്കളുടെ ഈ ഒരു ഹാബിറ്റ് കുട്ടിയിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഇത് അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതല്ല, ഒരു പക്ഷെ അറിയാതെ കുട്ടിയുടെ സ്വഭാവത്തിലും വന്നു ചേരുന്നു. അതിൽ എല്ലാ കുട്ടികൾക്കും ലഭിക്കണമെന്നില്ല. ചിലർക്ക് ചില സ്വഭാവങ്ങൾ കിട്ടും, മറ്റു ചിലർക്ക് മറ്റു ചില സ്വഭാവങ്ങൾ കിട്ടും. ചിലർക്ക് അച്ഛൻ്റെ സ്വഭാവങ്ങൾ കിട്ടും, ചിലർക്ക് അമ്മയുടെ സ്വഭാവം കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, കുടുംബം നന്നാവണമെങ്കിൽ പാരൻസ് നന്നായിരിക്കണം. അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റ രീതി, അവരുടെ സ്നേഹബന്ധം, ഇതൊക്കെ കണ്ടാണ് കുട്ടികളും വളർന്നത്. അല്ലാത്ത പക്ഷം ആ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരിൽ ചിലർ അത്തരത്തിലുള്ള സ്വഭാവക്കാരായി മാറുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, ഒരു കുടുംബം നന്നാവണമെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾ നന്നാവണമെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ മാത്രമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. ഒന്നാമത്തേത് സ്നേഹം, ലവ് പ്രകടിപ്പിക്കാനും അത് തിരിച്ചു മേടിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ തന്നെ കുട്ടികളെ കമ്പയർ ചെയ്യാതിരിക്കുക, മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ പാരൻ്റ് എപ്പോഴും അവരുടെ റോൾ മോഡലായിരിക്കും എന്നുള്ള ബോധ്യം പാരൻറ്റിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ നന്നാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.